ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോകും? പെട്ടെന്നൊരു ഇതിൽ വഖഫ് ഉമീദ് പോർട്ടിൻ്റെ കയ്യിൽ അത് കൊടുക്കും, ആ ഒരു രീതിയിൽ അതൊക്കെ പാസ്സായി വരിക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു വക്കിലേക്കാണ് ഈ വഖഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി വിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തോടും പോകില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൊല്ലണം ഓടിയിട്ട്. ഇപ്പോൾ സതീശ സാറ് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ വഖഫ് ബോർഡിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പും മേലാണ് ഞങ്ങൾ ഇത്രയും നേരം ഈ ദിവസത്തെ ഈ നിമിഷം വരെ ഞങ്ങളിവിടെ നിന്നേച്ചത്. 600-ലധികം കുടുംബങ്ങളാണ് മുനമ്പത്ത് ഉള്ളത്. ഇവരെയൊക്കെ നേരിട്ട് ബാധിക്കുന്നതാണ് മുനമ്പം ഭൂമി പ്രശ്നം. അത്തരത്തിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പുതിയ നടപടി വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മുനമ്പം ഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ വലിയ ആശങ്ക ഇവർക്കുണ്ട്. അമ്മ, അപ്പോൾ വലിയ ആശങ്ക, നിങ്ങളുടെ ഭൂമി പോകും എന്നൊരു പേടിയുണ്ടോ? പേടിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ 19 കൊല്ലത്തോളമായി ഇവിടെ താമസിച്ചിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ പോകാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോകും? ഒന്നാമത്തെ നിത്യരോഗിയാണ് ഞാൻ, മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ എങ്ങാട് പോകും? ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോകും? എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു? 19 കൊല്ലത്തോളമായി ഇവിടെ താമസിച്ചിരിക്കുന്നത്. വയ്യാത്തതാണല്ലേ? വയ്യാത്തതാണ്, ഹാർട്ട് രോഗിയാണ്. അപ്പം ഇതിൻ്റെ ചികിത്സയ്ക്കുള്ള പണമൊക്കെ കിട്ടണമെങ്കിൽ ഈ ഭൂമി നിങ്ങളുടേതാണെന്ന് തന്നെ ഉറപ്പുവരുത്തണം. അങ്ങനെ ഇത് ഉറപ്പ് വരുമോ എന്നുള്ള പേടി ഇപ്പോൾ ഉണ്ട്. സതീഷ് സാറ് ചെയ്യുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ചർച്ചയിലൊരു നല്ല തീരുമാനം വരാൻ കാത്തിരിക്കുകയാണ്. നല്ല തീരുമാനം വരാൻ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു ആശങ്ക? ആശങ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ മാത്രമല്ല പറയാനുള്ളത്, ഇവിടെ നാട്ടിലുള്ള ഓരോരുത്തരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ മക്കളെ വിവാഹം കഴിച്ച് അയക്കണമെങ്കിൽ പോലും ആധാരം പണയം വെച്ചും ഒക്കെയാണ് ഇവിടെ എല്ലാ പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് മാതാപിതാക്കൾ അയച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ആധാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ബാങ്കിലും കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വർഷങ്ങളായിട്ട്, ഇപ്പോൾ കുറേയേറെ വർഷങ്ങളായിട്ട് എല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അസുഖമുള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങളുടെ ആധാരം കയ്യിലുണ്ട്, അല്ലെങ്കിൽ അമ്മയെ ചികിത്സിപ്പിക്കാൻ അല്ലെങ്കിൽ അച്ഛനൊരു വയ്യാഴിക വന്ന് ചികിത്സിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം സഹായം ആവില്ല. കാരണം ഇവിടെ നമ്മളെല്ലാവരും ആ ഒരു പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെ ആശ്രയിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം വെറും ഒരു പേപ്പറിൻ്റെ ഒരു നിലവാരം പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരത്തിന് തരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പെട്ടെന്നൊരു ഇതിൽ വഖഫ് ഉമീദ് പോർട്ടിൻ്റെ കയ്യിൽ അത് കൊടുക്കും, ആ ഒരു രീതിയിൽ അതൊക്കെ പാസ്സായി വരിക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു വക്കിലേക്കാണ് ഈ വഖഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേച്ചി, ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഞങ്ങൾ ഇറങ്ങി കൊടുക്കൂല. ഈ ഭൂമി വിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തോടും പോകൂല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൊല്ലണം ഓടിയിട്ട്. അല്ലാണ്ട് ഞങ്ങൾ ഈ ഭൂമി വിട്ട് ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിച്ച് ഞങ്ങൾ ഒരു സ്ഥലത്തോട്ടും ഞങ്ങൾ പോകില്ല. ഞങ്ങൾ 5 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്ന സമരവും എല്ലാം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കണതാണ്. സമരം ഞങ്ങൾ ചെയ്ത് ഒരുപാട് നിരാഹാര സമരങ്ങൾ ചെയ്ത് അതിനൊന്നും ഒരു ഫലമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ വന്നേക്കണത്. ഞങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഒരു രോഗിയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഞങ്ങൾ ഏത് വഴിയിലോട്ടാണ് ഇറങ്ങി പോകേണ്ടത്? വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഇപ്പോൾ സതീശ സാറ് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ വഖഫ് ബോർഡിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പും മേലാണ് ഞങ്ങൾ ഇത്രയും നേരം ഈ ദിവസത്തെ ഈ നിമിഷം വരെ ഞങ്ങളിവിടെ നിന്നേച്ചത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നാണ് ഒരു ന്യൂസ് വന്നേക്കണേ ഇവരെല്ലാം കൂടി എഴുതിയെടുത്തെന്നുള്ളത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഞങ്ങളുടെ ഉള്ളിലുള്ള വികാരം എന്തായിരിക്കും? ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഒട്ടടക്ക കൊണ്ടൊന്ന് കടലിലോട്ട് ചാടാ, ഈ കുഞ്ഞുമക്കളെ കൊണ്ട് കടലിലോട്ട് ചാടാന്നുള്ളൊരു ഇത് മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഈ ഭൂമി ഞങ്ങൾ എത്ര ഈ കാട നിയമത്തിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഞങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഭൂമി സ്വന്തമാക്കുക തന്നെ ചെയ്യും. എന്തോരം പ്രതിസന്ധി നേരിട്ടാലും ഞങ്ങൾ സമരമുഖത്തോട്ട് തന്നെ പോയി ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ സമരമെല്ലാം തീർന്നു എന്ന് കരുതി, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതിയിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നൊരു വാർത്ത വരുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ വലിയ ഞെട്ടലുണ്ടായോ? ഞെട്ടലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയുള്ളൊരു വാർത്തയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഒരു തീരുമാനം? സമരസമിതി കൂടിയാലോചിച്ച് തന്നെയായിരിക്കും അല്ലേ മുന്നോട്ട് പോകുള്ളൂ. മുഖ്യമന്ത്രിയുടെ ചർച്ചകളിൽ ഒരു നല്ല തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയാണ്. തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
അതിന് വലിയ ആശങ്ക ഇവിടുത്തെ ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഇവർ കരമടച്ച് താമസിക്കുന്ന ഭൂമി, പക്ഷേ അതിൻ്റെ ആധാരം ഇവർക്ക് ലഭിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. ഈ കാണുന്ന പോലെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഇവരുടെ ആവശ്യങ്ങൾക്ക് പെട്ടെന്നൊരു ലോൺ എടുക്കേണ്ടി വന്നാൽ പോലും അതിന് സാധിക്കാത്തൊരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾ എന്ത് വില കൊടുത്തും ഇവിടെ തന്നെ തുടരുമെന്നും ഇവിടെ നിന്നും പുറത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ ഈ സ്ഥലം ഈ ഭൂമി വിട്ടുകൊടുക്കില്ല എന്നും തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതിനുവേണ്ടി എന്ത് സമരം ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യുമെന്ന് പറയുന്നു. നേരത്തെ നമ്മൾ സമരസമിതിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ ചർച്ചകളിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു തീരുമാനമായില്ലെങ്കിൽ, അവർക്ക് അനുകൂലമായ തീരുമാനം വന്നില്ലെങ്കിൽ മാത്രം അവരുടെ മേലധികാരികളുമോ അല്ലെങ്കിൽ ബിഷപ്പും അടക്കമുള്ള അതിരൂപത ഭാരവാഹികളുമൊക്കെ ആലോചിച്ച് സമരസമിതി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുകയും വീണ്ടും സമരങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങനെ പോകാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും വലിയ ആശങ്ക ഈ വാർത്ത വന്നതിന് പിന്നാലെ മുനമ്പത്തെ നിവാസികൾക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇന്ന് റിപ്പോർട്ടർ, കൊച്ചി.